DGP സസ്പെൻഡ് ചെയ്യണമെന്ന് 30ാമത്തെ ദിവസം കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞതാണ് തിരുത്തിക്കൊണ്ട് ഈ വിഷയത്തിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ DGP സ്ഥാനമാറ്റം നടത്തി ഓർഡറിൽ എവിടെ ഇന്ന കുറ്റകൃത്യം ചെയ്തത് കൊണ്ടാണ് DGPക്കെതിരെയുള്ള സ്ഥലമാറ്റം എന്ന് പറയുന്നത്. സ്വാഭാവികമായി ഉണ്ടാവുന്ന സ്ഥലമാറ്റം മാത്രമായിട്ടാണ് ഇപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെങ്ങനെയാണ് ശിക്ഷാ നടപടിയായിട്ട് കാണാൻ കഴിയുന്നത്? അതിന് ഒരിക്കലും ശിക്ഷാ നടപടിയിൽ കാണാൻ കഴിയില്ല. ഇത് ശിക്ഷാ നടപടിയല്ല. സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റുന്ന അതേ ഓർഡറാണത്. ഇന്ന കാരണം കൊണ്ട് സാധാരണ നമ്മൾ ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഉണ്ടാകുമ്പോൾ ആ പണിഷ്മെന്റിനെ കുറിച്ച് അതിൽ പറയും. ഇന്ന കാര്യങ്ങൾ കുറ്റങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളെ ഇന്ന സ്ഥലത്തേക്ക് ഇന്ന കാരണം കൊണ്ട് സ്ഥലം മാറ്റുന്നു അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുന്നുണ്ടാവും. ഇതതില്ലല്ലോ. ഇതിപ്പോ എന്താ, ഇപ്പോഴും അദ്ദേഹത്തിന്റെ കുപ്പായത്തിൽ ADGP അജിത് കുമാറിന്റെ കുപ്പായത്തിൽ ഒരു കറുത്ത പുള്ളി ഇപ്പോഴും ഇല്ല. ഒരു കറുത്ത പുള്ളിയില്ല അദ്ദേഹത്തിന്റെ കുപ്പായത്തിൽ. ഒരു കറുത്ത പുള്ളി കാരണം CMO ഓഫീസിനെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നതിന്റെ ഒന്നാമത്തെ നേതാവായി അല്ലെങ്കിൽ എന്താ പറയാ അതിന്റെ ഒരു പോയിന്റായി നിൽക്കുന്നത് അജിത് കുമാറാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാലോ. BJPയെ സംബന്ധിച്ച് വലിയൊരു നല്ല കച്ചവടമാണ്, ലാഭകരമായ കച്ചവടമാണ്. ഈ പറയുന്ന തൃശ്ശൂരിൽ സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ അജിത് കുമാറിനാണ് സാധിച്ചിട്ടുള്ളത്. ഇനി കേരളത്തിന്റെ നിയമസഭയിൽ വീണ്ടും ഒരു സീറ്റ് കൊടുക്കാൻ പോവാണ്, പാലക്കാട്. ഈ വിഷയം നിങ്ങളതിൽ പരിശോധിക്കേണ്ടത്, ഷാഫി പറമ്പിന് കിട്ടിയ വോട്ട് 554,079 വോട്ടാണ് എന്ന് പറഞ്ഞാൽ 38.6%. ശ്രീധരൻ BJPയുടെ സ്ഥാനാർത്ഥി 50,220 വോട്ട് എന്ന് പറഞ്ഞാൽ 35.34. അപ്പോൾ ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3,000-ന് അടുത്ത് വോട്ടാണ്. 2.72% വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. പ്രമോദന് കിട്ടിയത് 36,430 CPMന്റെ. BJPയെക്കാളും 14,787 വോട്ടിന് താഴെയാണ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രമോദ്. അപ്പോ എന്താ ഇതിൽ മനസ്സിലാക്കേണ്ടത്? 2000 വോട്ട് ഈ പറയുന്ന BJPയിൽ നിന്ന് CPMൽ നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയാൽ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വരാൻ പോകുന്ന സ്ഥാനാർത്ഥി തോൽക്കും. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2000 വോട്ട് എന്താ, ഒന്നുമല്ല. ഏകദേശം 200 ബൂത്ത് ഉണ്ടാവും അവിടെ ആവറേജ്. 200 ബൂത്തിൽ 10 വോട്ട് മറിഞ്ഞാൽ മതി. 10 വോട്ട് മറിഞ്ഞാൽ BJPക്ക് സ്ഥാനാർത്ഥിയായി. ഇപ്പൊ തന്നെ നിങ്ങൾ സ്ഥാനാർത്ഥി നിർണയം ഒന്ന് പരിശോധിച്ച് നോക്കൂ. CPMന്റെ ലോക്കൽ ആരെങ്കിലും മത്സരിക്കണം. ഒരു ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്നല്ല. അപ്പോ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കൃത്യമായും BJPയുമായി ഉണ്ടാക്കിയ കരാറ്, ആ കരാറ് തന്നെ BJPയുടെ ഒരു വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് കഴിഞ്ഞ ഒരു 1-1.5-2 മാസങ്ങൾക്ക് മുമ്പ് ട്രെയിനിൽ പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ട്രെയിനിൽ ഒരു ബോഗിയിൽ ഞങ്ങൾ യാത്ര ചെയ്ത്. അപ്പം കേരളത്തിലെ രാഷ്ട്രീയം ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ കൃത്യമായ ധാരണ ഉണ്ട്. അവരെന്താ പറഞ്ഞത്? അദ്ദേഹം എന്താ പറഞ്ഞത്? ഞങ്ങൾ 2036 ഭരണത്തിലേറാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ 2031 2026 36 അല്ല 31 2026 തെരഞ്ഞെടുപ്പിൽ അവർ ലക്ഷ്യം വെക്കുന്നത് 25 സീറ്റ് ടു 35 സീറ്റാണ്. അത് ഞങ്ങൾ നേടുമെന്ന് തന്നെയാണ് പറയുന്നത്.